അവരുടെ പ്ലേസ്മെൻറ്റ് ഞാനിപ്പം ജർമ്മൻ പഠിച്ചു, അപ്പോഴത്തേക്കും എനിക്ക് ജർമ്മൻ തന്നെ ചൂസ് ചെയ്താൽ ജർമ്മനിലോട്ട് തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടും. അതുകൊണ്ട് ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. +2 കഴിഞ്ഞ് ഡയറക്റ്റ് പുറത്തോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് കോഴ്സ് പഠിച്ചിട്ട് ജർമ്മനിൽ പോകണമെന്ന് ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചോദിച്ച്, അപ്പോഴാണ് ഇൻസ്റ്റ വഴിയാണ് ഞാൻ മാഗ്നറ്റിൻ്റെ. എനിക്ക് പണ്ടേ മുതലേ നേഴ്സിങ് വളരെ ഇഷ്ടമുള്ളൊരു പ്രൊഫഷനായിരുന്നു. 10th ഞാൻ കൊമേഴ്സായിരുന്നു പഠിച്ചത്. എന്നാലും എനിക്ക് നേഴ്സിങ്ങിനോട് ഭയങ്കര പാഷനുള്ളതുകൊണ്ട് തന്നെ ഞാൻ ജർമ്മനിലോട്ട് പഠിക്കാൻ വേണ്ടി നോക്കി. പിന്നെ ആണ് അൽബേനിയ എന്ന് പറയുന്ന നല്ലൊരു ഓപ്ഷൻ എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ അൽബേനിയയിൽ 3 years പഠിച്ച് കഴിഞ്ഞിട്ട് തന്നെ ജർമ്മനിലോട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓഫർ കിട്ടിയോടെ തന്നെ ഞാനിത് 100% ഓക്കെയെന്ന് പറഞ്ഞു. ഏജൻസീസ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഒരു ചേച്ചി പ്രിഫർ ചെയ്തതാണ് ചേച്ചി. അപ്പം ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു. ഇവിടുത്തെ മാമിൻ്റെ നമ്പർ തന്നു. മാം ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു തന്നു. ഡീറ്റെയിൽസ് കുറേ കുട്ടികൾ പോകുന്നുണ്ടെന്നും അവരുടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ മാഗ്നറ്റ് ചൂസ് ചെയ്യാൻ ഏറ്റവും കാരണം വെച്ചാൽ ഇപ്പോൾ പാസ്റ്റ് സ്റ്റുഡൻസ് ആയിട്ടുള്ള കുറച്ച് പേര് എനിക്ക് കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാഗ്നറ്റ് സ്റ്റഡി അബ്രോഡ് വളരെയധികം എഫേർട്ട് ഇടുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും കൂടുതൽ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു തരികയും എല്ലാ കാര്യത്തിനും കുറച്ച് എഫേർട്ട് ഇട്ട് കൂടെ നിൽക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ മീ. എല്ലാവരും +1 +2 ഒക്കെ ആകുമ്പോഴത്തേക്കും നേഴ്സിംഗ് എന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാവരും നോക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് വീട്ടിലും നേഴ്സിംഗിൽ നിന്ന് ഓപ്ഷനാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും പിന്നെ ജർമ്മൻ നോക്കി. ജർമ്മനെക്കാട്ടും കുറച്ചുകൂടെ ബെറ്ററായിട്ട് അൽബേനിയ തോന്നി. അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി അറിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഇതായിട്ട് തോന്നിയത്.